പൊരി, മലര്, അവില്. ഇത് നമ്മുടെ നവരാത്രി പൂജയ്ക്ക് മേടിച്ചായിരുന്നു, പക്ഷെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെ മേടിക്കുമല്ലോ, കുറച്ചധികമൊക്കെ മേടിക്കും. എപ്പോഴും അതൊരു ശീലം. അപ്പം നമ്മളെ ഇങ്ങനെ നമ്മൾ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് പണികളൊക്കെ ചെയ്ത് എല്ലാം നമ്മുടെ കഴിഞ്ഞിട്ട് അപ്പം കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞെടുത്തതാണ്. എൻ്റെ അമ്മ പണ്ട് നമ്മൾ നമ്മുടെ നെല്ലൊക്കെ നമ്മുടെ കൃഷിയിൽ നിന്ന് നെല്ല് കൊണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അമ്മ ആ വിത്തൊക്കെ ഉണക്കി ഇങ്ങനെ എടുത്ത് വയ്ക്കും. നല്ല കലത്തിലൊക്കെ അതിൻ്റെതായ അങ്ങനെ എടുത്ത് വെച്ചത് അമ്മ മഴക്കാലം ആകുമ്പോൾ നമ്മൾക്ക് ഇതിന് പൊരിക്കും. മൺകലം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഈ വിത്ത് നെല്ല് വാരി അതിലോട്ടിടും. ഇങ്ങനെ കുറച്ച് ഇടുമ്പം നല്ല പൊരുന്ന് ഇങ്ങനെ തെറിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചൂല് നല്ല വൃത്തിയുള്ള ചൂല് കുറച്ച് കെട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കും അമ്മ. ഇങ്ങനെ ഇളക്കും. ഇങ്ങനെ ഇളക്കി അതിങ്ങനെ പൊരിഞ്ഞ് പടപടാന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിച്ച് ഇത് നമ്മൾ ഒരു ഒരു പാത്രത്തിലേക്ക് നല്ല വൃത്തിയുള്ളൊരു വെള്ളമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് നമുക്ക് അവസാനം പൊരിച്ച് കഴിയുമ്പോൾ അങ്ങനെ പൊരിച്ച് ഇങ്ങനെ കൊട്ടി വയ്ക്കും. ലാസ്റ്റ് അമ്മ ഇങ്ങനെ അതിൻ്റെ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് ആക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പോകും. ഇത് അന്ന് നമ്മൾ ഒലക്കയിൽ അമ്മ ഇങ്ങനെ ഒലക്ക കൊണ്ട് ഇങ്ങനെ ഇട്ട് ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിട്ട് നമ്മൾ കുറേ അമ്മ ഇങ്ങനെ ഇടിക്കുമ്പോൾ അതിങ്ങനെ പൊരുത്തവിടെ എന്ന് പറയുക അതിന് കണ്ട്. അപ്പം അമ്മ അങ്ങനെ ഇടിച്ചിടിച്ച് അത് ഇത്തിരി ഇങ്ങനെ പൊടിഞ്ഞ് വരും. നല്ല പൊടിയല്ല, ചെറിയ തരിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എന്നിട്ട് ഒരുപാടുണ്ടാവും. നല്ല വൃത്തിയിൽ ഉണങ്ങിയ പാത്രത്തിലെടുത്ത് വെച്ചിട്ട് പഞ്ചസാര തേങ്ങ ചിരവിയിട്ടിട്ട് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. നല്ല അമ്മ. പിന്നെ അമ്മയ്ക്ക് പിന്നെ ഇതാകുമ്പോൾ ഞാൻ ചെയ്യാതെ ഞാനും അമ്മ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഞാനും ചെയ്യാറുണ്ട്. അങ്ങനെ പൊരിച്ച് പിന്നെ അപ്പം നമ്മൾക്കൊക്കെ ഇടിക്കാനൊക്കെ മടിയല്ലേ. അപ്പോൾ അമ്മയൊക്കെ ആകുമ്പോൾ പൊടിച്ചൊക്കെ തരുമല്ലോ. നമ്മളെന്ത് ചെയ്യുക വെച്ച് ഇങ്ങനെ അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കും. അമ്മ ഇങ്ങനെ ഇടിച്ച് തരും. ഞാൻ പിന്നെ കുറച്ചൊക്കെ ഇടിക്കാറുണ്ട് ഇങ്ങനെ. പിന്നെ നമ്മൾ നല്ല ഉണങ്ങിയ പാത്രത്തിൽ ഇതിട്ട് കുറേ ഉണ്ടാവും. എത്രയെന്നാ, ഒരു 4 കിലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത്രയും ഉണ്ടാവും. 3 കിലോ അങ്ങനെ അത്രയും ഉണ്ടാവും നിറയെ. അപ്പോൾ നമുക്ക് കുറേശ്ശെ നമ്മളിങ്ങനെ തിന്നുന്ന സമയമല്ലോ, ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ ടീസ്പൂണിട്ട് ഇങ്ങനെ കോരി കഴിക്കും. അപ്പോൾ നമ്മൾ ആ അപ്പോൾ നമ്മുടെ അമ്മയുടെ ഓർമ്മയാണ്. എല്ലാം ഓർമ്മകൾ മാത്രം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് നവരാത്രി പൂജയ്ക്ക് മേടിച്ച പൊരിയുണ്ട്, മലരുണ്ട്, അവിലുണ്ട്. അപ്പോൾ കുറച്ച് പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ജോലികൾ കഴിഞ്ഞു വന്നപ്പോൾ കുറച്ചെടുത്ത് കഴിക്കാമെന്ന് വെച്ച് അപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ മലര് പണ്ടത്തെ ഇപ്പോൾ ഇത് പൊടിച്ചോ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി കഴിഞ്ഞ് ഒന്ന് ഒതുക്കി കഴിഞ്ഞ് തേങ്ങ ചിരവി ഇടാം, പഞ്ചസാര ഇടാം, ശർക്കര ഇടാം, ഏത് വേണമെങ്കിലും ഇടാം. നല്ലതാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും.